എന്ന് തുടങ്ങിയ കരച്ചില ഡോക്ടർക്ക് പോലും കാരണം കണ്ടെത്താൻ പറ്റിയില്ല. ചില കുട്ടികൾ അങ്ങനെയാടി. ഈ കണ്ടുകളിലെ ചില വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ആ താത്ത വരാനായല്ലോ. അപ്പം അതിനെ ഏൽപ്പിച്ചിട്ട് നല്ലോണം ഒന്നാണ്ട് ഉറങ്ങിട്ടാ. അടുക്കളയിൽ കുറേ പണിയുണ്ട്. ആ കുഞ്ഞെ 2 ദിവസമായി അമ്മച്ചി ഉറങ്ങിയിട്ട്. ഒന്ന് ഉറങ്ങ്. വാവോ വാവോ. അവർ വന്നു തോന്നുന്നു. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ആ ഞാൻ നേരെ വൈകിയോ? ബസ് കിട്ടണ്ടേ? നിങ്ങളാണോ പ്രസവിച്ച് കിടക്കണ സ്ത്രീ? അല്ല, ഞാൻ അവളുടെ അമ്മയാണേ. ഓക്ക് ഓപ്പറേഷനാണേ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഒന്ന് ഇരിക്കാൻ പോലും പെണ്ണിന് പറ്റിയിട്ടില്ല. ഓ, മറ്റേ സുഖണ്ടോ? അതല്ല, കുട്ടി കരഞ്ഞിട്ടേ. നിങ്ങളെ പേര്, വീടോ? എൻ്റെ പേര് പാത്തുമ്മ. കോഴിക്കോടാണ് വീട്. പിന്നെ ഈ കുട്ടികളെ ഉള്ളം കയ്യിലെത്തിയാൽ സൂച്ചിട്ട പോലെ കുട്ടികളെ കരച്ചിൽ നിർത്തും. അത്രക്ക് ശക്തിയുള്ള കൈയാണിത്. എല്ലാവരും പറയും. അത്രക്ക് പവറാണ് എനിക്ക്. ആഹാ, വെരി. മോളെ, ആളെത്തി. ഇനിയെങ്കിലും എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇമ്മ, നിങ്ങൾക്ക് അടുപ്പത്തിൽ പോയൊരു ചായ എടുക്കി. പിന്നെ ഹീറ്ററുണ്ടോ? ഇല്ല. എന്നാൽ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവന്ന് ബാത്റൂമിൽ കൊണ്ടുവയ്ക്കിട്ടോ. ഞാനിന്ന് കുളിച്ചു. നിനക്കല്ല, എനക്കാണ്. എനിക്ക് ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ച് നന്നായിട്ടൊന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി പ്രവേശിക്കൂ. വേഗം ആയിക്കോട്ടെ. പിന്നെ എനിക്ക് കിടക്കാനേ, ഇപ്പോൾ കിടക്കാനൊരു മുറി വേണം കേട്ടോ. നേരെ 5 മണി ആയില്ലേ. ഭയങ്കര ക്ഷീണം. പിന്നെ അവൾക്ക് കഴിക്കാനിപ്പോൾ എന്താ കൊടുക്കുക? ചായ വേണ്ട, ഹോർലിക്സും പിന്നെ പഴം നെയ്യിൽ വാട്ടിയിട്ടും കൊടുത്താൽ മതി. അയ്യോ, എനിക്കതൊന്നും പറ്റില്ല. എനിക്ക് 10 കോഴിമുട്ടയും 10 കാടമുട്ടയും പുഴുങ്ങിക്കോളൂ. പിന്നെ പകുതി ഞാൻ എടുത്തോളാം. എനിക്ക് പറ്റുന്നത് ഞാൻ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾ കൊടുക്കാറുള്ളൂ. പിന്നെ ആ കുട്ടി അവളിപ്പോൾ അങ്ങോട്ട് കിടന്നേ ഉള്ളൂ. ഇപ്പോഴേ കൊടുക്കാൻ പോകണ്ട, കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ. അത് പറ്റില്ല. പ്രസവിച്ച പെണ്ണുങ്ങളെ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കണം. അതെനിക്ക് നിർബന്ധമാണ്. നേരെ 9 എനിക്ക് കിടക്കണം. പണ്ടുള്ള ശീലം. ഇന്നാകെ കുറച്ച് നേരം ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ 10 മണിക്ക് കിടന്നിട്ട് 5 മണിക്കല്ലേ എണീറ്റത്. കുറച്ച് നേരം നിങ്ങൾ കുട്ടീനെ നോക്കി പറ്റും. എനിക്കൊന്ന് കിടന്നുറങ്ങണം. ഓ, എന്നാത്താ. വാവോ വാവോ. ഉറക്കം വരുന്നു. ഇവരാ കുട്ടിയെ തള്ളിയിടുമോ? ടെൻഷൻ അടിച്ച് ഉറങ്ങാനും പറ്റുന്നില്ലല്ലോ. താത്ത, കുട്ടിയെ തരി, ഞാൻ ഉറക്കിക്കോളാം. തരി കുട്ടിയെ താ. എന്നാ കൊണ്ടേക്ക. എന്നാ ചോറ് കഴിക്കേ. ചോറ് തിന്നാലേ നല്ല പാലുണ്ടാവുള്ളൂ. കഴിക്കേ. ഇത്രയൊന്നും ചോറ് ഞാൻ കഴിക്കൂല. കുറച്ചങ്ങോട്ട് മാറ്റി വെക്കേ. അത് പറ്റൂല. പ്രസവിച്ച പെണ്ണുങ്ങളെ നല്ല ഭക്ഷണം കഴിക്കണം. പാലില്ലാത്തതുകൊണ്ട് ആ കൊച്ചി കീറി പൊളിക്കണേ. കൊച്ചിനെ ഞാൻ നോക്കാം. നീ ഭക്ഷണം കഴിക്ക്. ഓ, ഇതെന്തൊരു കൊച്ചാ. എപ്പോഴും കരയുന്നൊരു കൊച്ച്. കൊച്ചേ, കരയല്ല കൊച്ചേ. ഇങ്ങനത്തെ ഒരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എപ്പോഴും കരയുന്നൊരു കൊച്ച്. ഓ, കരയല്ലേ കൊച്ചേ. ഓ, കൊച്ചേ കരയല്ലേ കൊച്ചേ. ഓ ഓ, എന്തൊരു കൊച്ചാണോ എന്തോ. എനിക്ക് മതി. കുട്ടി ഇങ്ങോട്ട് തരൂ, ഞാൻ ഉറക്കിക്കോളാം. ഭക്ഷണം നല്ലോണം കഴിക്കുക കൊച്ചേ. പാല് വേണ്ടേ?
മോളെ അസ്ലുകാക്ക ഗൾഫിൽ നിന്ന് വന്നു, നിന്നെ കാണാൻ ഇന്ന് വരുന്നാ പറഞ്ഞത്. ആ ആര് വന്നാലേ എനിക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും സ്പ്രേയൊക്കെ വേണം കേട്ടോ. ഓ ആ എന്നാ കൊച്ചിനെ പിടിക്ക്, എനിക്ക് നേരെ ഒരു സീരിയലുണ്ട്, ഞാനാ കാണട്ടെ. എങ്ങനെയും ഇതിനെ ഒഴിവാക്കാൻ വല്ല മാർഗമുണ്ടമ്മ? എങ്ങനെയല്ലോ 40 ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്നോ. എൻ്റെ മോളെ ഇവറ്റുങ്ങളെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് പ്രാക്കാണ്. 10 ദിവസം കഴിഞ്ഞില്ലേ, ഒരു 30 ദിവസം കൂടെ ചെയ്യുന്നു ക്ഷമിക്ക്. ഓ അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. എന്നാൽ ഞാൻ പോവാൻ നോക്കട്ടെ. ഓ ഞാൻ നോക്കിയ കുട്ടിയാണല്ലോ ഇത്, ചുക്കുട്ടി ചുക്കുട്ടി. ഓ ഞാൻ എടുത്ത അപ്പം കരച്ച് നിർത്തും. ചിരിച്ച് കിട്ടി. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ട്, നിങ്ങളെ സാധാരണ കുടുംബക്കാർ കാണാൻ വരുമ്പോഴേ 1000 2000 ഒക്കെ ഈ കയ്യിൻ്റെ ഉള്ളിലാണ് വെച്ച് തരലാണ്. ഒക്കെ കൂടെ കൂട്ടുമ്പോൾ നല്ലൊരു സംഖ്യ ഉണ്ടാവും. ഇതിപ്പോൾ നിങ്ങളെ കുടുംബക്കാർ ഒരു 500 റുപ്യ കയ്യിലാണ്ട് വെച്ച് തന്നാൽ ആകെപ്പാടെ ഒരു 10,000 കിട്ടിയിട്ടുള്ളൂ എനിക്ക് ഇവിടുന്ന്. ഞങ്ങൾ പറഞ്ഞ തുക കയ്യിൽ തന്നില്ലേ? ഓ ഇത് തന്നെ കിട്ടിയത് ഭാഗ്യം എന്ന് കൂട്ടിക്കോളി. അതിന് മാത്രം എന്തെങ്കിലും ഇവിടെ എടുത്തത്? മോളെ ഒന്നും മിണ്ടായിരിക്കി, പറയാനുള്ളത് പറയട്ടെ. ഇവരെന്ത് പണിയാണ് ഇവിടെ എടുത്തത്? ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് തരിക, പിന്നെ കുട്ടീൻ്റെ ഉണ്ടെങ്കിൽ കുറച്ച് അലക്കാണ്ട്, ബാക്കി എന്ത് ചെയ്യുന്നോ? കുട്ടീനെ നോക്കില്ല, നോക്കിയാൽ തന്നെ പ്രാക്കും. ആരേലും വന്ന എല്ലാ സാധനവും വേണം. ഭക്ഷണത്തിൽ എന്തെങ്കിലും വൃത്തി ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഇതന്നെ കിട്ടിയത് ഭാഗ്യം എന്ന് വിചാരിച്ചോളി. ഓ നീ നന്നായി.